കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. കീർത്തിഹ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിപ്പോകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിപ്പോകും. 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. മർത്യനാശ്രയം തേടി ലോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ലോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാമീയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും നീ പാപലോകത്തിൽ കിടന്നു പാടുപെടുന്ന. പാപലോകത്തിൽ കിടന്നു പാടുപെടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷം ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെന്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. മുമ്പേ പോയിടുന്നു ഭാഗ്യമുള്ളവർ. മുമ്പേ ഭാഗ്യമുള്ളവർ. മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായ ലോകസമ്പ
ഭവനം വിട്ടുപോയ ലോകസംബന്ധ ഭവനം വിട്ടുപോയ നാൾ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞാനിറങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു. രണ്ടിനാൽ ഞാനിറങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു. ആത്മാ വീണ്ടെടുപ്പാൻ പുത്രസന്തോഷത്തിലെത്തുവാൻ. ആത്മാ വീണ്ടെടുപ്പാൻ പുത്രസന്തോഷത്തിലെത്തുവാൻ. ഇങ്ങു വേടും പാടുകൾക്കാ ശ്വാസം പ്രാപിപ്പാൻ. ഇങ്ങു വേടും പാടുകൾക്കാ ശ്വാസം പ്രാപിപ്പാൻ. എന്റെ മംഗളമോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. എന്റെ മംഗളമോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചീറ ഉണ്ടെന്ന ഞാൻ ശീഘ്രം എത്തും നന്ദമാണ വാളൻ സന്നിധോ. ശീഘ്രം എത്തും നന്ദമാണ വാളൻ സന്നിധോ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം നീക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. 90-ാം സംഗീതം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്ന് ഓരോ ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ പോലെ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളർന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. നിങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു.
ഞങ്ങളുടെ ആയുഷ്കാലം 80 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം അതിന്റെ പ്രഭാവവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി പറയണമേ. എത്രത്തോളം താമസം അടിയങ്ങളുടെ സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ ആർത്തം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്മാൻ. ശോഭയും നാടും ഉണ്ടാത് കാണാനേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നാമോക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തഹോ വേദന ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്ത് വേദന ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ഖേദം രോദന മങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേദന ചേർന്നിട് ഭംഗിയേറിയ ആ തീരത്ത് വേദന ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗ താതനുടെ സ്നേഹദാനത്തിനും നാൾ വീഴ്ചയെ താരും നന്മയ്ക്ക് കാഴ്ചയായി സ്തോത്രം പാടും നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗനാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഇനിയും കാണാനുള്ള ആളുകൾ അവിടെ നിന്ന് നിൽക്കണം. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കും. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അതിനു മുൻപായിട്ട് കണ്ടവരൊക്കെ ഒന്ന് കാണാനുള്ളവർക്കൊക്കെ കാണാം. കാണാൻ കഴിയാത്തവർക്ക് ഇനിയും നമുക്ക് ദേവാലയത്തിൽ വെച്ച് കാണാനായിട്ടുള്ള അവസരമുണ്ടാകും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുബിനച്ചൻ, നമ്മുടെ കുളത്തുപുഴ സെന്ററിന്റെ യുവനസഖ്യത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ അച്ഛൻ, നമ്മുടെ ലിജിയുമൊക്കെ യുവനസഖ്യത്തിന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണല്ലോ. ഇപ്പോൾ അച്ഛൻ 2 വാക്ക് അനുശോചനം അറിയും. അതിനുശേഷം നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാം. ഏറ്റവും ബഹുമാനമായുള്ള അച്ഛൻ സാറ്, ഡെനി സാറ്, വേറെ നടക്കത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഏവരും ക്രിസ്ത്യൻ സ്നേഹവന്ദനം. വേർപാട് ഏത് പ്രായത്തിലാകും അത് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും അനുഭവമാണ്. ഹൃദയാൽ ഈ ഭവനത്തെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാൻ പറ്റിയ അപ്പുറമായ ഒരു വേർപാട് തന്നെയാണ്. ഒരു മകളുടെ വേർപാട്, ഒരു മാതാവിന്റെ വേർപാട്, ഒരു സഹോദരിയുടെ വേർപാട്. ദൈവം നമുക്ക് നമ്മുടെ ജീവിതം ദാനമായി നൽകുമ്പോൾ നമുക്ക് ആർക്കും അറിയത്തില്ല എത്ര സംവത്സരം നമ്മളിവിടെ ജീവിക്കും.
എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളുകളൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തന്നിരിക്കുന്ന ദാനമായി വിശ്വസിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കുന്നു. നമ്മുടെ കാലശേഷം നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടിയും നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ കൂടിയാണ്. അത്തരത്തിൽ ഞാനിവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ അഞ്ചൽ സെന്റർ യൂണിസെക്കിന്റെ ഭാഗമായിട്ടാണ്. സെന്റർ യൂണിസെക്കിന്റെ കമ്മിറ്റിയിലുള്ള ഒരു അംഗമാണ് ലിജി. ഈ ഇടവയിലെ കണ്ണഞ്ചിറ ഇടവയിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പ്രിയദാസി പ്രവർത്തിക്കുന്നു. പ്രിയ മാതാപിതാക്കൾ പകർന്നു കൊടുത്ത നല്ല വരദാനങ്ങൾ കാരണം തന്നെയാണ് അത്തരത്തിൽ ആ ശുശ്രൂഷയിലും ഇടവയിലും യൂണിസെക്കത്തിലൊക്കെ അക്കാര്യത്തിൽ ഏർപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടെ സെന്ററിനെ സംബന്ധിച്ചും ഒരു വേർപാട് ഒരു നഷ്ടം തന്നെയാണ്. പ്രിയ ദാസിയുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം സ്വർഗീയ നന്മകൾ ആശ്വാസം കൊണ്ട് സംരക്ഷിക്കട്ടെ, ഈ വേർപാടിനെ അതിജീവിക്കാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച് ദൈവാലയ ശുശ്രൂഷ പൂർത്തിയാകുമ്പോൾ അവസാനം നമ്മൾ പറയാറുണ്ട്, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി. പ്രിയദാസിയുടെ ജീവിതത്തിന് വേണ്ടി ദാനമായി തന്നതിന് വേണ്ടി ഇത്രയും കാലം ഈ ഭൂമിയിൽ വസിക്കുവാൻ ദാസിക്ക് കൊടുത്ത കൃപയ്ക്ക് വേണ്ടി ദാസിയുടെ ഓർമ്മയിൽ മുമ്പോട്ട് കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാൻ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയാൻ അവർക്കിടയാകി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും ഞാൻ ചുമതല വഹിക്കുന്ന സെന്റ് തോമസ് മാർത്തോമ ഇടവ അയലുറ, സെന്റ് പീറ്റേഴ്സ് മാർത്തോമ വിളക്കുപാറ എന്നീ ഇടവകളുടെയും അതുപോലെ തന്നെ അഞ്ചൽ സെന്റർ മാർത്തോമ യൂണിസെക്കത്തിന്റെയും പേരുള്ള അഗാധമായ സങ്കടവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ദൈവം കുടുംബത്തെ സംരക്ഷിക്കുകയും സ്വർഗീയ സമാധാനം കൊണ്ട് പുതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിളക്കുപാറ അയലറ ഇടവകളുടെ വികാരി ബഹുമാനപ്പെട്ട സുബിനച്ചൻ, നമ്മുടെ അഞ്ചൽ സെന്ററിന്റെ യൂണിസെക്കത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛൻ നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തുവല്ലോ. അച്ഛനോടുള്ള പ്രത്യേകമാണ് നന്ദിയും സ്നേഹവും കുടുംബത്തിന്റെ പേരിലും വ്യക്തിപരമായുള്ള പേരിലും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ജീവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും വേർപെട്ട് ഈ ലോകത്തു നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാമ്പുത്തനും പരിശുദ്ധ റൂഹായുമായുള്ള ദൈവമേ, ഈ ആയുസിന്റെ അനിതയെ കുറിച്ചുള്ള ബോധത്തോട് വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭംഗിയുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനുമായി യോഗ്യതയുള്ളവരായി തീരുമാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഭൂവാസികളും എന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സാദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിലെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നില്ല. മനുഷ്യവരിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മൺമയനായ ആദാമിൻ മക്കൾക്ക് പുനരുദ്ധാനോ വാഗ്ദാനോ തൻ കൃപയാലേ ചെയ്തവനാമസിക നാദ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വാങ്ങി ചേടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓരോ പ്രവർത്തിക്കത്തതുപോൽ പകരും നൽകും മസിഹായെ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. നിൻ മഹിമയ്ക്കു സമാധാനം താൻ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുകൂടി പ്രവർത്തിച്ച അന്ന് അവരുടെ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി പണ്ഡിത സെന്റ് തോമസ് മാർത്തം വിടുകയുടെ സൺഡേ സ്കൂളിന്റെ നാമത്തിലുള്ള അനുശോചനം വേർപാട് കുതിരിക്കുന്ന എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സൺഡേ സ്കൂൾ ഫിറ്റ്നസ് സിസ്റ്റർ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. അധ്യാപകരോട് ചേർന്ന് ഇപ്പോൾ നമ്മുടെ ഇടവയുടെ യുവജന സംഘത്തിന്റെ പ്രതിനിധീകരിച്ച് കുര്യൻ തോമസ് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ഈ ഇടവകയുടെ ഒരു മെമ്പർ ആയിരുന്നെങ്കിൽ ഒരു മെമ്പർ ആയിരുന്നില്ല. ഈ ഇടവകയുടെ ചാലാശക്തിയായിരുന്നു ചിച്ചി. അത് ആരാധനയിലായാലും സൺഡേ സ്കൂളായാലും കൊയറായാലും ഇവന് സഖ്യമായ ഏത് പരിപാടിക്കായാലും സുന്ദര ചേച്ചി എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു. കരകൊണ്ട് സ്ത്രീജനങ്ങളെ കൂട്ടി രാത്രികാലങ്ങളിൽ ഇറങ്ങാനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലായിരുന്നു. ആരോടും ഒരു സ്ഥായിയായ പിളക്കമോ ദേഷ്യമോ ഒന്നും വെച്ച് നിർത്തുന്നില്ല. അതിന്റെ ഒരു തെളിവാണ് ഇന്നിവിടെ കൂടിയ ഈ വലിയ ജനത്വം. ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ കണ്ടതിൽ സെന്റ് തോമസ് യുവജന സംഘത്തിന് ഉള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിലായ കുടുംബാംഗങ്ങൾക്ക് കർത്താവ് മാനസിക ബലവും ദൈവസമാധാനം നൽകുന്നവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യുവജന കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ദുഃഖത്തിലായിരുന്നു നശിപ്പിച്ച 3 മക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ഈ നിമിഷത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു നല്ല സഹോദരിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. 8 വർഷത്തെ പരിചയം ഞാനും ചെറിയ ചേച്ചിയും ഷിംചാനും ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ നല്ലൊരു സ്നേഹബന്ധങ്ങൾ പുലർത്തിയിരുന്നു. കൊയറിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സെ കൊയറുള്ളൂ എങ്കിലും സുന്ദര ചേച്ചിയായി വേണ്ടത് തമിഴിലുമല്ല. ഞങ്ങൾക്ക് കൊയറിന് പ്രാക്ടീസൊക്കെ എടുക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും ഞങ്ങളെ വിളിച്ചു കൂട്ടുന്നത് നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ ഇങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുക എന്നെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നത് ഞങ്ങളുടെ സുന്ദര ചേച്ചിയായിരുന്നു. എപ്പോൾ വിളിച്ചാലും സുന്ദര ചേച്ചി അമ്മൂനെയും കൂട്ടി ഏത് രാത്രിയിലായാലും കൊയറിന് പ്രാക്ടീസിന് വരികയും ആരാധന സമയത്ത് കൊയർ തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് വന്നാൽ പുറകിൽ കൂടാണെങ്കിലും വന്ന് കയറി ഒരു പുഞ്ചിരിയോടെ നിന്ന് നല്ല രീതിയിൽ അത് പാടുകയും ചെയ്യുമായിരുന്നു. ഈ സന്ദർഭത്തിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് എല്ലാവരോടും പറയുമായിരുന്നു, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഷുഗറുണ്ട്, അത് കുറച്ചിട്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുവാനെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ സുന്ദര ചേച്ചിയോട് പറയുമായിരുന്നു, ചേച്ചി ധൈര്യത്തോടെ പൊക്കോ, ദൈവം കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. അതിന് ഈ വേർപാട് ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. ഈ ഗായസംഘത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നല്ല അംഗത്തെയാണ് ഈ ഗായസംഘത്തിന് ഞങ്ങൾക്ക് നഷ്ടമായത്. പോയിരുന്നാലും എല്ലാ മാസവും ഈ ഇടവകയിലെ എല്ലാ മിക്ക ആൾക്കാർക്കും
ഇന്ദു ചേച്ചി വിശേഷങ്ങൾ അന്വേഷിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഇന്ദു ചേച്ചിയുടെ ഈ കണ്ടഞ്ചർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഗായ സംഘത്തിന്റെ പേരിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും. നമ്മുടെ ഇടവകയുടെ ഓരോ സംഘടനകളിൽ നിന്നും അതുപോലെ ചുമതലക്കാരും അനുശോചനം അറിയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമല്ലോ. എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അഞ്ചൽ സെന്റർ സേവികാ സംഘത്തെ പ്രതിനിധീകരിച്ച് അഞ്ചൽ സെന്റർ സേവികാ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ജെസ്സി ഷിബു ആന്റി ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. മരണം നിശ്ചയമാണ്, പക്ഷേ അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് അകാലത്തിൽ മരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ ദുഃഖത്തിന് തീവ്രത കൂടും. അതുമാത്രമല്ല, അമ്മ എന്ന വലിയ സത്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് അത് താങ്ങാനാവാത്തതാണ്. നമ്മുടെ വിളക്കാണ്, നമ്മുടെ ഭവനത്തിൻ്റെ വിളക്ക് എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. സുനിതയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 2008-10 കാലഘട്ടങ്ങളിൽ സേവികാ സംഘത്തിൻ്റെ സെന്ററിൽ ഒരു കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സേവികാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നെന്ന് സെന്ററിൻ്റെ എല്ലാ യോഗങ്ങളിലും പ്രിയ മകൾ കടന്നു വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ആണ് ഈ സുനിതയെ നമ്മൾക്ക് എപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. അവളുടെ മുഖസൗന്ദര്യം പോലെ തന്നെയാണ് അവളുടെ അകത്തെ ഉള്ള സന്തോഷം നിറഞ്ഞതായ ചിരിയും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പ്രിയ മകള് സെന്റർ സേവികാ സംഘത്തില് നല്ല സംഭാവനകൾ, നല്ല സാന്നിധ്യം, നല്ല മാതൃകകൾ ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ സെന്റർ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയ സിബു, പ്രിയ ലിജി, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നഷ്ടപ്പെടുമ്പോൾ അതൊരിക്കലും അത് നികത്താനാവാത്ത വേദനയും ഒക്കെ ദുഃഖമാണ്. എങ്കിലും നമുക്കൊരു ക്രിസ്തീയ പ്രത്യാശയുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഈ ഇടവകയുടെ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു എന്ന്. എല്ലാ കാര്യങ്ങളിലും മികച്ച സംഘടനാ മികവും പ്രവർത്തനങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നവളായിരുന്നല്ലോ. അവൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞവളായിരുന്നു. അതുകൊണ്ട് പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം തരട്ടെ. ലോകം തരുന്ന സമാധാനമല്ല ക്രിസ്തു നിങ്ങൾക്ക് തരുന്ന സമാധാനം. അതൊരിക്കലും അണഞ്ഞു പോകുന്നതല്ല. ഹൃദയത്തിലൊക്കെ നിങ്ങൾക്ക് സമാധാനം തരട്ടെ. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായിരുന്നു. ആ വലിയ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നിറയ്ക്കട്ടെ. സ്വർഗീയ ദർശനത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ക്രിസ്തു ഒലിവുമലയിലിരുന്ന് മരണത്തെ അതിജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ സാന്നിധ്യവും സഹായവും കരുതലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്കും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സെന്ററായി ഞങ്ങളുടെ എല്ലാ അമ്മമാരുടെയും സേവികാ സംഘത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും പ്രാർത്ഥനയും എല്ലാം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അഞ്ചൽ സെന്റർ സുവിശേഷ സേവികാ സംഘത്തിന്റെ എല്ലാ അനുശോചനങ്ങളും ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പോൾ കൊളുത്തപ്പുഴ സെന്റ് തോമസ് മാർത്തോമയുടെ വികാരി ബഹുമാനപ്പെട്ട ജെറിൻ ജോണസ് 2 വാക്ക് പറയും. അതുപോലെ പ്രാർത്ഥന കൊടുത്ത് പ്രതികരിച്ചുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നതാണ്. മോനാങ്ങളെ, ഈ ദുഃഖം ഒരിക്കലും നികത്താവുന്ന ഒന്നല്ലല്ലോ. മരണവാർത്ത അറിഞ്ഞ അന്ന് മുതൽ ഈ ദിവസം വരെയും ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനകൾക്കൊക്കെ പ്രിയ മക്കളെ ബലപ്പെടുത്തുന്നതിന് ശക്തിപ്പെടുത്തുന്നതിന് ദൈവതമ്പുരാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. 2 തരത്തിൽ പ്രത്യേകിച്ച് ഈ പ്രിയ ഭവനവുമായി അത്രമാത്രം ആഴത്തിൽ ബന്ധമുണ്ട്. ഒന്ന്, വടക്കുകര പുത്തൻവീടുമായുള്ള ബന്ധം.
സുന്ദാഭവൻ മറിയാമ്മ അമ്മച്ചിയുടെ മകളിൽ നിന്നുള്ള ബന്ധം അത്തരത്തിൽ തീർച്ചയായിട്ടും ഈ പ്രിയ ഭവനമായ ആഴത്തിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കുളത്തൂപ്പുഴ സെന്റ് തോമസ് ഇടവകയുടെ എല്ലാ അനുശോചനങ്ങളും ആദരാഞ്ജലികളും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അനുശോചനങ്ങളൊക്കെ രേഖപ്പെടുത്തിയവർ പറഞ്ഞതുപോലെ സുരതയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നതിന് ദൈവം തമ്പുരാൻ പ്രിയ മക്കൾക്ക് ഇടിയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് പ്രിയ മകൾക്ക് നൽകുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുളത്തൂപ്പുഴ സെന്റ് തോമസ് ഇടവകയുടെ പേരിൽ ഈ ഏരിയയുടെ പ്രത്യേകിച്ച് കല്ലുവട്ടാക്കുഴി പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പേരിൽ കുളത്തൂപ്പുഴ സെന്റ് തോമസ് ഇടവകയുടെ സേവികാ സംഘത്തിന്റെ പേരിൽ അനുശോചനങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർ ഒത്തൊരുമിച്ച് വന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നത്. അതുപോലെ ഇടവകയുടെ അയൽവാസികൾ, അതുപോലെ വാർഡ് മെമ്പർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു വലിയ ഈ ദിവസങ്ങളിലൊക്കെയുള്ള ഒരു അധ്വാനം പരിശ്രമമൊക്കെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ ബോഡി ഭവനത്തിലേക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. അവരുടെ പേരുകൾ ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. പ്രാടിയടത്ത് ബിജു മാത്യു, അതുപോലെ നമ്മുടെ ഇടവക അംഗം വിനോദ് എബ്രഹാം, കുവൈറ്റ് പ്രവാസി അസോസിയേഷൻ പ്രവർത്തകർ, പ്രത്യേകിച്ച് അലക്സ് മാത്യു, അലി, അവിടെയുള്ള ബഹുമാനമുള്ള നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രമോദ് അച്ഛൻ, അതുപോലെ ജോൺസൺ, ഷാജി, സുനീർ, അതുപോലെ നമ്മുടെ ഈ ദേവാലയം നിൽക്കുന്ന വാർഡ് മെമ്പറായിരിക്കുന്ന സാബു എബ്രഹാം. ഇവിടെയൊക്കെ ഒരു വലിയ പരിശ്രമമാണ് ഈ ബോഡി എത്രയും പെട്ടെന്ന് ഇവിടെ വരുവാനായിട്ടുള്ള മുഖാന്തരമായി തീർന്നത്. ഈ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയമായുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും കുടുംബത്തിന്റെ നാമത്തിലും വ്യക്തിപരമായുള്ള നാമത്തിലും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ മനസ്സിനെ തട്ടുന്നതായുള്ള ഒരു ശുശ്രൂഷയിലാണല്ലോ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഭവനത്തിന്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കി അനേക ആളുകൾ പലയിടങ്ങളിൽ നിന്നും വന്ന് സംബന്ധിച്ചു. ദേവാലയത്തിലും അതുപോലെ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരോടും ഉള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനമുള്ള അച്ഛന്മാർ, നമ്മുടെ ജെറി ജോണസൺ, അതുപോലെ സുബിനച്ചൻ, അതുപോലെ തന്നെ മാത്യു ചെറിയപാറക്കൽ അച്ഛൻ, ഇങ്ങനെയുള്ള അച്ഛന്മാരുടെയൊക്കെ പ്രാർത്ഥനകളും അതുപോലെ അവരുടെ നല്ല വാക്കുകളും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുവല്ലോ. ഈ അച്ഛന്മാരോടും പാസ്റ്റേഴ്സിനോടും കടന്നു വന്ന ഈ ദിവസങ്ങളൊക്കെ ഈ കുടുംബത്തെ വാക്കുകളിൽ കൂടെ മറ്റു രീതിയിലൊക്കെ സഹകരിക്കുകയും ശക്തീകരിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ കണ്ടച്ച ഇടവക പ്രത്യേകിച്ച് ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ വേണ്ടതാണ് ഓരോ കാര്യങ്ങളും അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഇടവക ചുമതലക്കാർ, അതുപോലെ യുവജന സഖ്യാംഗങ്ങൾ, പ്രത്യേകിച്ച് എല്ലാവരോടും ഇടവക ജനങ്ങളോടും എല്ലാം പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സുബിശാനും അതുപോലെ ലിജി, 2 മക്കൾ, അവർക്ക് ദൈവതമ്പുരാൻ സമൃദ്ധമായുള്ള ആശ്വാസവും സമാധാനവും ഉയരങ്ങളിൽ നിന്ന് ദൈവതമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സുന്ദരയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ സമയം മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. എന്നാൽ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടെ ഓടി നടന്ന് ഒരു എല്ലാവരോടും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരു സാന്നിധ്യമായിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്നുമൊക്കെ ആ ഒരു സ്നേഹമാണ് ഞാൻ ഓർക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുക്കൽ പറഞ്ഞു വെച്ചാൽ ഷുഗറിന്റെ ഒരു വലിയ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് വീടിന്റെ ഒരു ആവശ്യവും കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആവശ്യം ഇതൊക്കെ മനസ്സിലാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. എന്നാൽ ദൈവത്തിന്റെ ഒരു പദ്ധതി മറ്റൊന്നായിരുന്നു. എന്നാൽ ഈ കുടുംബത്തെ നിങ്ങൾ തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രത്യേകിച്ച് സിബിച്ചാനും 3 കുഞ്ഞുങ്ങൾക്കും ദൈവത്തിന്റെ സമാധാനം കൂടുതലായി ലഭിക്കട്ടെ എന്ന് ഇടവകയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സുനിതയുടെ ഇന്നത്തെ ദിവസം സുനിതയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. 45ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു സുദിനമായിരുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. എല്ലാവരോടും ഒരിക്കൽ കൂടെ ഭവനത്തിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. പാപികളുമായി ഞങ്ങളുടെ മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവരുമായ കർത്താവേ,
നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാലാതാവിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചവർപ്പെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ മതിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭോജനത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പഴയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനുഭവത്തും നല്ല മഹിമയും ഇല്ല ഇപ്പോഴും നിരന്തരകരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി ചെയ്യണമേ. ആശ്ചര്യത്തോടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ നേൽപ്പിക്കുന്നവരും നിദ്ര പ്രാവശ്യത്തിലുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് കരയേറ്റുന്നവരും മന്ദവനിയാ നശിച്ചുപോവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണ് പോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതുമായ മെസ്സിഹാദുബ്രാന് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന സമയത്ത് നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനം എന്നേക്കും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളെയും ശരീരങ്ങളെയും സൃഷ്ടാവും മനുഷ്യാവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെലുത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഇവൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവരുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസങ്ങളും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോട് മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യ സന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും കരുണയുള്ള ആനന്ദപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് രക്ഷയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉണർവ
കബറുകളിൽ മരിച്ചവർക്കും വെളിവെറിയുമ്പോഴുള്ളതും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവപരിഹാരവും മാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഇഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ പറഞ്ഞു നിന്നാഞ്ഞ ലംഘിച്ച് അടിയാ. പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിധിയേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും. മഹത്വനാഥൻ വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസയാത്രയായിരിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദാസയെ കുറിച്ച് ദുഃഖിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസിയുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസിയെ അവകാശിയാകും എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നാകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷസ്വരം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. യുഗത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. എല്ലാവരും പ്രതിഫലം നൽകുന്നതൻ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും ദൈവത്തിനോ മഹത്വവും സുതനും പരിശുദ്ധാർക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമെല്ലാം മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതുമാകുന്നു. ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. സഹായിക്കണമേ. എല്ലാവനും അവനവന്റെ മനസ്സിനെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു.
മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നതായി യുക്തവുമാകുന്നു. ജീവിക്കുകയും ബുധന്മാർ ഉയർത്തുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്ഥിതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നു ഒരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോകാനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാം. മധ്യചിത്തം അനുനാവേ നീ വരുത്തിയിടണമേ. ഭഗവാനായ പൗലോസ് ലേഖനം 4-ാമത്തെ നിന്നും എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്രകൊണ്ടുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിച്ചു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിക്കണമേ. നിന്റെ കൃപയുടെ ബോധത്താൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. സഹോദരരെ, നമ്മളോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് സേവകരുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യുവനാസിലേക്ക് എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ നമ്മുടെ രക്ഷിതാവിന്റെ സ്തുതി തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യാമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നിലപ്പെട്ട കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരേലാസ്വനെന്ന് പ്രതിപാദ്യമായി ചൊല്ലണം. മരണത്തിന്റെ വേർപാടിന്റെ വിടവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വസിക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ചെയ്തവനായ
നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും ശ്രദ്ധിപ്പാനൊക്കെ വേണം. സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാമത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഇപ്പോൾ ഇവിടെ ദൈവാത്മയുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ആയിരുന്ന പ്രിയ ജെറി ജോണസിനോടും അതുപോലെ തന്നെ രാജോപദേശിയോടും ബിനുസാറിനോടും അതുപോലെ നമ്മുടെ ഇടവകയുടെ മുൻ വികാരി ബഹുമാനമുള്ള റെനി ഫിലിപ്പച്ചൻ അതുപോലെ ക്രിസ്റ്റി കൊച്ചമ്മ നമ്മോടുകൂടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെയും കൊച്ചമ്മയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുവല്ലോ. തുടർന്നും നമുക്ക് ശുശ്രൂഷ നടക്കുന്നത് സെമിത്തേരിയുടെ മുമ്പിലാകുന്നുവല്ലോ. അവിടേക്ക് പ്രാർത്ഥനയോടുകൂടെ ഒന്ന് സമ്മതിക്കുക എന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് വരാം. അല്ലെങ്കിൽ മധ്യഭാഗം നിങ്ങൾ മാറി നിൽക്കുക. നമ്മുടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പരിസ്ഥിതി നമ്മൾ എടുക്കുകയാണല്ലോ. ഒരാൾ കാണാനുണ്ട്. ആരാ ഒരാൾ കാണാനുണ്ട്. അവരെ മാറ്റിക്കോ. ഇവിടെ മൂടി ഉണ്ടെന്നോ പറ്റിയതാ.
അത് പറഞ്ഞു നല്ല രണ്ടും കൊടുത്തു അത് കൊടുത്തു നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നോ ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് ആലോചിച്ചവനാ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തിനേൽക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് അയക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒന്നു ശേഖരിക്കുന്നതിന്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിധിയിൽ പുകഴുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങളായി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും മുഴുവനായ ദൈവത്തിന്റെ സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്കുള്ള പ്രത്യാശയുണ്ടായിരിക്കട്ടെ. സർവശക്തനായ സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും സ്തുതിയും അർപ്പിക്കുകയും നിന്റെ നാമത്തിൽ ശ്രേഷ്ഠമെന്ന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധരുടെ യേശുവിനെ പുത്രനായ ദൈവമേ, പിതാവിന്റെ പുത്രനും ലോകത്തിന്റെ പാപത്തെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ നീ ജീവനായി ഞങ്ങളുടെ അപേക്ഷയിക്കണമേ. തന്റെ പിതാവിനോടിരിക്കുന്നവനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധരുടെ യേശു കർത്താവാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ യേശുവിനായ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കളേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനിച്ച് മരിച്ചടക്കപ്പെട്ട് തന്റെ പിതാവിനോട് വിടുവാതിരിക്കുന്നവനും അവസാനമില്ലാത്തവരായിട്ടുള്ളവനും ജീവിച്ചിരിക്കുകയും മരിച്ചിരെയും വിധിപ്പാൻ തന്റെ മഹാപ്രവർത്തനം കാണിക്കുന്നതുമായ വിശ്വസിക്കുന്നു. സർവ്വത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും
ദീർഘന്മാരും സംസാരിച്ചവരുമായ ജീവനെ വിശുദ്ധമായും ആധുനികമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷയിക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കുറവുകളും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വാക്കത്തിന്മേലും താമസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ നിങ്ങളോട് കൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് സ്വീകരിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിദ്ധാന്തം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് പൂർത്തിയാക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും ഈ ബോഡി ഇവിടെ വരുവാനായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അനുഗ്രഹകരമായിട്ട് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ ജെറി ജോണസൺ, അതുപോലെ സുബിൻ അച്ഛൻ, അതുപോലെ മാത്യു ചെറിയപാറക്കൽ അച്ഛൻ, അതുപോലെ നമ്മുടെ ഇടവേട് മുൻ വികാരി ബഹുമാനപ്പെട്ട റെനി ഫിലിപ്പസൻ, ഈ അച്ഛന്മാരുടെയൊക്കെ നേതൃത്വം നമുക്ക് ലഭിച്ചു. അച്ഛന്മാരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ നാട്ടിലുള്ള എല്ലാ സ്നേഹനിധികളായ എല്ലാ ജനങ്ങളോടും എല്ലാവരോടും ഉള്ള പ്രത്യേകമാണ് നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. ഞായറാഴ്ച നമുക്ക് 5:30 മണിക്ക് നമുക്ക് ഈ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥന കഴിച്ചു എല്ലാവരും കൂടെ ഒരു റിഫ്രഷ്മെന്റ് ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും കൂടെ പങ്കെടുക്കുന്നു. മൊബൈലുകൾ പോക്കറ്റ് ഇട്ടേക്കുന്നത് കൂക്കിപ്പടം ഈ കാര്യം അത് വരുത്തോട്ടെ.
അവിടെ എങ്ങനെ ഒരുക്കാൻ പറ്റില്ല? 3 പേരുണ്ട്. അല്ല അവിടെ ഒരുക്കില്ല. വലിക്കല്ലേ സമാധാനത്തിൽ ചെയ്ത അവിടെ ഇവിടെ പെട്ടിപ്പോക്ക് പെട്ടി ചേർത്ത് സംസാരിക്കണ്ട.